സാന്നിധ്യം ഇന്ന് രാത്രിയിൽ അതിശക്തമായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് പകരണമേ. എല്ലാ പൈശാചിക വാഴ്ചകൾ, എല്ലാ ദുഷ്ടാത്മസേനകൾ, എല്ലാ കർത്തൃത്വങ്ങൾ, എല്ലാ വാഴ്ചകൾ, എല്ലാ അധികാരങ്ങൾ ഇന്ന് രാത്രികാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സമ്പൂർണമായി നീങ്ങിപ്പോകട്ടെ. പരിശുദ്ധനായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വിലയേറിയ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഈ ജനത്തിൻ്റെ മധ്യത്തിൽ അവിടുന്ന് പകരണമേ. കഴിഞ്ഞ 2 രാത്രികളായി ഇവർ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഇവർ കടന്നു വന്നിരിക്കുമ്പോൾ ഇവർ വെറുതെ മടങ്ങിപ്പോകുവാൻ ഇടയാകരുത്. സ്വർഗീയ പിതാവിൻ്റെ അതിൻ്റെ ശക്തി ഇവർ അനുഭവിക്കുവാൻ പരിശുദ്ധനായ ദൈവം ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവിൻ്റെ ദിവ്യ ശക്തി, അഭിഷേകത്തിൻ്റെ ദിവ്യ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഇവർ പരിപൂർണമായി രുചിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കണമേ. അന്തരീക്ഷ മണ്ഡലങ്ങളെല്ലാം പരിശുദ്ധി ആത്മാവ് ചലിക്കട്ടെ. സ്വർഗീയ പിതാവിൻ്റെ അത്യന്തകരം ഇന്ന് രാത്രി ഈ ദേശത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. പരിശുദ്ധനായ ദൈവമേ, അനുതക്കവണ്ണം അവിടുത്തെ കരം അങ്ങ് പ്രവർത്തിപ്പിക്കുന്ന നാൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ശക്തിയോടെ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. കഴിഞ്ഞ 2 രാത്രികളിലുമായി ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഇന്ന് 3-ാമത്തെ രാത്രിയിലും ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിപ്പാനായി കടന്നു വന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ന് രാത്രിയിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന യുഗത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗീയ പിതാവ് നിങ്ങൾക്ക് നൽകി തന്ന നല്ല മനോഭാവത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. സ്വർഗീയ പിതാവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നിങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുക. ഇന്ന് രാത്രിയിലും പരിശുദ്ധനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ തക്കവണ്ണം മതിയായവനാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന യുഗത്തിൽ നസറേനായ യേശുവിനെ കുറിച്ച് അനവധി കാര്യങ്ങളാണ് പറയുവാൻ തക്കവണ്ണം നമുക്കിടയായത്. രക്ഷകനായി ഭൂമിയിലേക്ക് കടന്നു വന്ന ഒരു യേശു തൻ്റെ ജനനത്തിങ്കലെ തനിക്ക് വളരെയധികം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നു എങ്കിലും അവയെല്ലാം പരിപൂർണമായി തൃണവൽഗണിക്കുന്ന അല്ലെങ്കിൽ അവയെല്ലാം പരിപൂർണമായി ഓവർകം ചെയ്യുന്ന ഒരു നസ്രായനെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. തൻ്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ താൻ പ്രവേശിക്കുന്നതിന് മുൻപും അതിശക്തിയേറിയ പ്രതിബന്ധങ്ങൾ തൻ്റെ കൺമുമ്പിൽ കടന്നു വന്നുവെങ്കിലും അവയൊന്നും ശ്രദ്ധിക്കാതെ ദൈവത്തിൻ്റെ വേലയുടെ മഹത്വം തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടണമെന്ന് ഓർത്തുകൊണ്ട് സകല പൈശാചിക തന്ത്രങ്ങളെയും പൈശാചിക തീർവാഴ്ചകളെയൊക്കെ കർത്താവ് കീഴ്മേൽ മറിയിക്കുന്നത് നാം ശ്രദ്ധിച്ചതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ പരമപ്രധാനമായ ആഗമനോദ്ദേശം അത്ഭുതങ്ങളെ ചെയ്യുക, വീര്യപ്രവൃത്തികളെ നടത്തുക, മുടന്തരെ നടത്തുക, ചെകിടരെ കേൾവിയുള്ളവരാക്കി മാറ്റുക, ഊമരെ സംസാരിപ്പിക്കുക എന്നതിനേക്കാളും ഉപരി നാം ഓരോരുത്തർക്കും വേണ്ടി കാൽവരിയിൽ തകരുക. കാരണം അവൻ്റെ കാൽവരി യാഗത്തിലൂടെ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും സമ്പൂർണമായ ഒരു പരിഹാരം വരികയാണ്. അതായിരുന്നു തികച്ചും ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ആഗമനോദ്ദേശം. ആ ആഗമനോദ്ദേശത്തിൽ ചൊരിയപ്പെട്ട ക്രൂശിലെ രക്തം മാനവജാതിയുടെ സകല പ്രശ്നങ്ങൾക്കും സമ്പൂർണമായ ഒരു പരിഹാരമായി തീരുന്നത് കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ശ്രദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായി. ആ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നും വാർന്നൊഴുകിയ ആ ചുടുചോര നമ്മുടെ ജീവിതത്തിൽ പകരപ്പെടുവാൻ ആരംഭിക്കുന്ന മാത്രയിൽ സകല പാപികളും ശുദ്ധീകരിക്കപ്പെടുന്നു. സകല മനുഷ്യനും നീതിമാനാകുന്നു.
സകലരും വിശുദ്ധന്മാരായി തീരുവാൻ ദൈവത്താൻ ഇടയാകുന്നു. കർമ്മമാർഗങ്ങളെക്കാളും ഉപരി ക്രിസ്തുവേശുവിലുള്ള പ്രത്യാശ മനുഷ്യനെ ദൈവത്തിൻ്റെ വലിയ വലിയ നന്മകളെ പ്രാപിച്ചെടുക്കുവാൻ വ്യക്തികളെ തയ്യാറാക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ അതിൻ്റെ ശക്തി, അതിൻ്റെ അളവറ്റ വലിപ്പം, ഇവയെക്കുറിച്ചെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വ്യത്യസ്തരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി, പരിശുദ്ധനായ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ പുതിയൊരു മണ്ഡലത്തിലേക്ക് എത്തപ്പെട്ടവരായി തീരുവാൻ ഇന്ന് രാത്രിയിൽ സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി ഞാൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 19, 20, 21 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുവാൻ ഇഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ മലയാളത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വായിച്ചു കേൾപ്പിക്കാവുന്നതായിരിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 19, 20, 21 വാക്യങ്ങൾ. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ച് സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെക്കുകയും അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രിയിൽ അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി, അതിൽ വെളിപ്പെടുന്ന അഭിഷേകത്തിൻ്റെ സാന്നിധ്യം ഈ ജനത്തോട് സംസാരിക്കുമ്പോൾ ഇവർ സമ്പൂർണമായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകളെ ശ്രവിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തികച്ചും 33.5 വർഷകാലഘട്ടം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു യേശു 250 മൈലുകൾക്കപ്പുറം ഈ യേശു സഞ്ചരിച്ചിട്ടില്ല. പക്ഷെ തൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഓരോ വാക്യങ്ങളും മനുഷ്യൻ ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ തൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടു വന്ന വാക്കുകളുടെ മധ്യത്തിൽ മറയപ്പെട്ടിരിക്കുന്ന ആ വിശിഷ്ടമായ ആ ബുദ്ധിവൈഭവം 250 കിലോമീറ്ററുകൾക്കകത്ത് മാത്രം ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നിയേക്കാം. ഞാൻ തുടക്കത്തിലെ നിങ്ങളോട് സംസാരിച്ചതുപോലെ ജനനത്തിങ്കലെ പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചുകൊണ്ടാണ് യേശു ജനിച്ചത്. ശുശ്രൂഷയുടെ മധ്യത്തിലേക്ക് കടന്നു പോകുവാൻ യേശു താല്പര്യപ്പെടുമ്പോൾ ശക്തിയേറിയ പൈശാചികമായ ആക്രമണങ്ങൾ ക്രിസ്തുവിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. നീണ്ട 3.5 വർഷകാലഘട്ടത്തെ ശുശ്രൂഷയുടെ മധ്യത്തിൽ പ്രശസ്തിയുടെ നാളുകളുണ്ടായിരുന്നു. പ്രശസ്തിയുടെ നാളുകൾ ഉണ്ടായിരുന്നപ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് തന്നെ കല്ലെറിയുന്ന, തനിക്കെതിരെ കുറ്റാരോപണങ്ങൾ നടത്തുന്ന, തന്നെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ചില വ്യക്തികളുടെ ഒരു സമൂഹവും മറ്റൊരു ഭാഗത്തുണ്ടായിരുന്നു. ശുശ്രൂഷയുടെ വലിയ ഒരു ഉയർന്ന മണ്ഡലം തനിക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ തന്നെ തൻ്റെ ശുശ്രൂഷയുടെ അവസാനത്തെ നാളുകളിൽ വലിയൊരു താഴ്ചയും അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണം യേശുവിനിടയായി. പക്ഷെ അതൊന്നും യേശുവിൻ്റെ ജീവിതത്തെയോ അവൻ്റെ ശുശ്രൂഷയോ ഒരിക്കലും ബാധിച്ചിരുന്നില്ല.
എല്ലാ പ്രശ്നങ്ങളുടെയും എല്ലാ പ്രതിസന്ധികളുടെയും മധ്യത്തിൽ യേശു അതിശക്തമായിട്ടാണ് കടന്നു പോകുവാൻ തക്കവണ്ണം ദൈവത്താൽ ഇടയായത്. യേശുവിൻ്റെ ശക്തിയേറിയ ശുശ്രൂഷകളെ പരിപൂർണമായി അസൂയ കണ്ണുകളുടെ നോക്കിയിരുന്ന, അല്ലെങ്കിൽ അവൻ്റെ ശക്തിയേറിയ ദൈവിക പ്രഭാവത്തിൽ ശുഭിതരായ, നീരസം പൂണ്ട അന്നത്തെ യഹൂദമത പാരമ്പര്യങ്ങളിൽ വിശ്വസിച്ചിരുന്ന പരീശന്മാരും സദൂക്യന്മാരും ന്യായശാസ്ത്രികളും എല്ലാം ഒരുമിച്ച് കൂടി യേശുവിനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം തൽപരരാകുമ്പോഴും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹിതമാണ് തൻ്റെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടത് എന്നോർത്ത് യേശു പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനേറെ പറയുന്നു, തന്നെ ക്രൂശിലേറ്റുമ്പോൾ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ യേശു കാണിക്കുന്ന മനോഭാവം വളരെയധികം അതിശയകരമാണ്. ആരെയും കൂസാത്ത, ആരെയും ഭയപ്പെടാത്ത, പേടിക്കാത്ത ഒരു നസ്രയനായ യേശു 5 ന്യായക്കോടതികളിൽ വിവിധ വ്യക്തികളാൽ ന്യായം വിധിക്കപ്പെടുമ്പോഴും യേശുവിൽ ആർക്കും കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം സാധ്യമായിരുന്നില്ല. അന്നത്തെ സൻഹെദ്രിനും അന്നത്തെ കയ്യഫാവും ഹന്നായും മഹാപുരോഹിതനും പിലാത്തോസും എല്ലാം യേശുവിനെ ന്യായം വിസ്തരിക്കുമ്പോൾ അവനിൽ ഒരു കുറവുകളും കണ്ടുപിടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ ക്രിസ്തുവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടു വന്നൊരു പദമുണ്ട്, ഞാൻ പിതാവായ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നു എന്നും ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയോടുകൂടെ ഞാൻ മേഘങ്ങളിൽ ഇറങ്ങി വരുമെന്നുമുള്ള ആ ശബ്ദം ശക്തിയേറിയ നിലവാരത്തിൽ പുറപ്പെടുമ്പോൾ മഹാപുരോഹിതൻ പറയുന്നൊരു പദമുണ്ട്. ഇതിനപ്പുറം നമുക്ക് മറ്റൊരു സാക്ഷ്യം ആവശ്യമില്ല. യേശുവിനെ ക്രൂശിക്കാൻ പിന്നത്തെ ഇതിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തിനായി മുറവിളി കിട്ടുന്ന അനവധി വ്യക്തികളാണ്. നീണ്ട 6 മണിക്കൂർ നേരമാണ് യേശു ക്രൂശിൽ കിടക്കുവാൻ തക്കവണ്ണം ഇടയായത്. ആദ്യത്തെ 3 മണിക്കൂറുകൾ നേരം അവൻ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടുവെങ്കിലും അവസാനത്തെ 3 മണിക്കൂറുകൾ അവൻ ആത്മീയമായി തകരപ്പെടുകയായിരുന്നു. ആ തകർച്ചയുടെ മധ്യത്തിൽ നിന്നുകൊണ്ടായ യേശു, അബ്ബാ പിതാവേ, നീ എന്നെ കൈവിട്ടുവോ എന്ന് ദൈവസന്നിധിയിൽ ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായത്. എലി എലി ലമാ ശബക്താനി എന്ന് പറയുന്ന ശക്തിയേറിയ പദം അവൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് പുറപ്പെട്ടത് ആത്മീയമായ തകർച്ച അവസാനത്തെ 3 മണിക്കൂറുകൾ യേശു അഭിമുഖീകരിക്കുമ്പോഴാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ ക്രൂശിങ്കൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തി 2 കൈകളും അനക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല, 2 പാദങ്ങളും ചലിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ഒന്ന് ചലിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ അസഹ്യമായ വേദന അവൻ്റെ ശരീരത്തിലുടനീളം അരിച്ചിറങ്ങുകയാണ്. പക്ഷെ മാനവകുലത്തിൻ്റെ രക്ഷയാണ് സ്വർഗത്തിലെ ദൈവം തന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ ക്രിസ്തു ആ വേദനകളെല്ലാം സഹിച്ചുകൊണ്ട് സകല മാനവജാതിയുടെയും പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് എന്നുള്ള ആ യോഹന്നാൻ സ്നാപകന്റെ പ്രവാചക ശബ്ദം നിറവേറ്റപ്പെടുന്ന രീതിയിൽ 6 മണിക്കൂറുകൾ നേരം ക്രിസ്തു ക്രൂശിൽ കിടന്ന് തൂങ്ങുകയാണ്. അവൻ്റെ ക്രൂശീകരണത്തിന് ശേഷം അവൻ്റെ മൃതശരീരം ജോസഫസും നദനയേലും ഒക്കെ ചേർന്ന് അവർ അന്ന് വെട്ടിവെച്ചിരുന്ന പുതിയ കല്ലറയിലേക്ക് കൊണ്ടുപോകുകയാണ്. സത്യത്തിൽ എല്ലാവരുടെയും ആശകളും പ്രത്യാശകളും ഒക്കെ സമ്പൂർണമായി അവസാനിക്കുന്ന ഒരു സമയമാണ് മരണമെന്ന് പറയുന്നത്. എന്നെക്കുറിച്ചുള്ള സകല പ്രതീക്ഷകളും എൻ്റെ മരണത്തോടു കൂടി അവസാനിക്കും, പിന്നെ അപ്പുറമൊന്നുമില്ല. ഈ ഭൂമിയിൽ മനുഷ്യൻ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കണമെങ്കിൽ, ആഗ്രഹിക്കണമെങ്കിൽ ഞാൻ ഭൂമിയിൽ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമേ അത്തരത്തിൽ ചിന്തിക്കുവാൻ കഴിയത്തുള്ളൂ, ആഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ.
പക്ഷെ എൻ്റെ മരണത്തിന് ശേഷം എന്നിൽ നിന്ന് ആർക്കും അത് പ്രതീക്ഷിക്കുവാൻ കഴിയത്തില്ല. സത്യത്തിൽ ഇസ്രായേലിന്റെ രാജാവായി നസ്രയനായ യേശു കടന്നു വരുമെന്നുള്ള അന്നത്തെ ജനാവലിയുടെ ചിന്താഗതികളെ, പ്രത്യാശകളെ, പ്രതീക്ഷകളെ എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് ക്രിസ്തു ക്രൂസിൽ മരിച്ചത്. അവന്റെ ശരീരം മറവ് ചെയ്തു. ആളുകളുടെ പ്രത്യാശകൾക്ക് മങ്ങലേറ്റു. ഒരു ശനിയാഴ്ച മുഴുവനും അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ മറഞ്ഞിരുന്നു. പക്ഷേ മൂന്നാമത്തെ ദിവസം ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ എല്ലാവരെയും അത്ഭുതപരതന്ത്രരാക്കിക്കൊണ്ടാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുന്നത്. സത്യത്തിൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവന്റെ ശരീരത്തിന് ലേപനം പുരട്ടുവാൻ തക്കവണ്ണം കടന്നു പോകുന്ന മഗ്ദലക്കാരത്തി മറിയയും ഒരിക്കൽ പോലും മറ്റു ചില സ്ത്രീകളും ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് അവർക്ക് ദർശിക്കുവാൻ തക്കവണ്ണം സാധ്യമായത്. അവരെ ഭയതന്ത്രരാക്കിയ, അവരെ ഭയത്തിലാറ്റിക്കളഞ്ഞ ഒരു ഭാവപ്രകടനങ്ങളാണ് പിന്നെ അവിടെ കണ്ടത്. നസ്രായൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവരെ ഞെട്ടിപ്പിക്കുന്ന നിലവാരത്തിലാണ് കാര്യങ്ങൾ സംഭവിച്ചത്. അവർക്ക് വിശ്വസിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല. യേശുവിനോടൊപ്പം അനേക നാളുകൾ ശുശ്രൂഷകളുടെ മധ്യത്തിൽ സന്തത സഹചാരിയായിരുന്ന മഗ്ദലക്കാരത്തി മറിയ എന്ന സ്ത്രീക്ക് യേശുവിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണമെന്ന് കഴിഞ്ഞില്ല. പക്ഷെ യേശുവിനെ അവളുടെ ശബ്ദം തിരിച്ചറിയുവാൻ കഴിഞ്ഞു. യേശു അവളെ നോക്കി വിളിച്ചു, മറിയ. സത്യത്തിൽ അവളെ ഞെട്ടിപ്പിക്കുകയാണ് ചെയ്തത്. ക്രിസ്തു തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ തൻ്റെ ശക്തിയെ, തൻ്റെ പ്രഭാവത്തെ, തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുകയായിരുന്നു. നാം പ്രതീക്ഷിക്കുന്നതെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന ഇടത്ത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ മനോമണ്ഡലത്തിനകത്ത് മറ്റൊരു ചിന്താഗതിയാണ് ഉളവാക്കുന്നത്. അത് മറ്റൊന്നല്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്ന, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അത്തരത്തിലൊന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം സാധ്യമാകത്തുള്ളൂ. അസാധാരണമായ അല്ലെങ്കിൽ അത്ഭുതപരതന്ത്രമായ ഈ ഉയർത്തെഴുന്നേൽപ്പിന്റെ പിന്നിൽ പരിവർത്തിച്ച ആ ദിവ്യ ശക്തി ഏതാണ്? പലപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് അത് കടന്നുപോയെന്നിരിക്കാം. കാരണം ലോകത്തിലെ അനവധി മഹാന്മാരുടെ കല്ലറകൾ ഇന്നും അടച്ചു പൂട്ടിക്കിടക്കുമ്പോൾ ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. അതിന് യാതൊരു വിധമായ സംശയവുമില്ല. നിങ്ങൾ യെരുശലേമിലേക്ക് കടന്നു ചെന്നാൽ നിങ്ങൾക്കത് കാണുവാൻ തക്കവണ്ണം കഴിയും. അവന്റെ കല്ലറയുടെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല. അർത്ഥം അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. പക്ഷെ ലോകത്തെ കിടുകിടാ വിറപ്പിച്ച അനവധി രാഷ്ട്രതന്ത്രജ്ഞന്മാർ, അനവധി ഭൂരാജാക്കന്മാർ, അവരെല്ലാം മരണമടഞ്ഞ് മണ്ണോട് ചേർന്ന് കഴിഞ്ഞപ്പോൾ മരിച്ചുവെങ്കിലും 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ക്രിസ്തു ജീവിക്കുകയാണ്. വിശ്വസിക്കുന്ന ദൈവ പൈതലിന് മാത്രമേ ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ആ ജീവനിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം എത്രമാത്രം ഭയങ്കരമാണെന്ന് അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. നാം മരിക്കുന്നു, ക്രിസ്തുവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുമെന്ന് നാം പ്രത്യാശിക്കുന്നു. ഇന്ന് മരിച്ചു വീഴ്ത്തപ്പെട്ട എനിക്ക് അടുത്ത ചില നിമിഷങ്ങൾക്ക് വീണ്ടും ജനിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. പക്ഷെ യേശുവിന്റെ വിഷയത്തിൽ അത് വ്യത്യസ്തമായ കാര്യമാണ്. വേദപുസ്തകത്തിൽ അനവധി വ്യക്തികൾ ഉയർത്തെഴുന്നേറ്റതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏലിയാവ് തന്റെ ശുശ്രൂഷയുടെ മധ്യത്തിൽ സറാഫത്തിലെ വിധവയുടെ മകനെ, മരിച്ചുപോയ കുട്ടിയെ വീണ്ടും ജീവിപ്പിക്കുകയാണ്. എലീഷായും ചെയ്യുന്നുണ്ട്. ശൂനേകാരത്തിയുടെ മകനെ അവനും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. ഒരിക്കൽ എലീഷായുടെ ശവകുടീരത്തിൽ അവന്റെ എല്ലുകളെ തൊട്ട മറ്റൊരു ശവശരീരം ജീവങ്കിലേക്ക് മടങ്ങി വരുവാൻ
ഇടയായ ചരിത്രവും നമുക്ക് വേദപുസ്തകത്തിനകത്ത് വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഇതെല്ലാം പഴയ നിയമത്തിലെ കാര്യങ്ങളാണ്. പക്ഷെ പുതിയ നിയമത്തിൽ ഒരു മനുഷ്യൻ തന്റെ ജീവനെ നൽകിക്കൊടുത്തിട്ട് അത് തിരിച്ചു പ്രാപിക്കുവാൻ തക്കവണ്ണം അവന് കഴിയുമോ? അസാധ്യമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഞാൻ എൻ്റെ ജീവനെ ദൈവമേ നിനക്ക് നൽകുകയാണ്, ദൈവസന്നിധിയിൽ എൻ്റെ ജീവനെ നിനക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ചില മിനിറ്റുകൾ കഴിയുമ്പോൾ ഞാനതിനെ തിരിച്ചു പ്രാപിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചു പ്രാപിക്കുവാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യന് സാധ്യമാകും? ആർക്കും സാധ്യമാകത്തില്ല. പക്ഷെ അങ്ങനെ സാധ്യമായ ഒരുവനുണ്ട്. അവന്റെ പേരാ നസ്രനായ യേശു. ആകാശത്തിന് കീഴെ ഭൂമിയുടെ മധ്യത്തിൽ മാനവജാതി രക്ഷിപ്പാൻ തക്കവണ്ണം ഈ ഭൂമുഖത്തേക്ക് ഇറങ്ങി വന്ന നസ്രനായ യേശുവിന് മാത്രമാണ് അത് സാധ്യമായത്. മറ്റൊരുത്തിനും അത് സാധ്യമായിട്ടില്ല. എത്ര ശക്തിയേറിയ നിലവാരത്തിലാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. നമുക്കത് വായിച്ചു കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിച്ചു കേൾപ്പിക്കുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുന്നു. വായിക്കുക. 10:18. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. വീണ്ടും പ്രാപിപ്പാൻ എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഈ കൽപ്പന എന്റെ പിതാവിങ്കിൽ നിന്നും എനിക്ക് ലഭ്യമായിരിക്കുകയാണ്. അതിന്റെ 17-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചേ. ഇക്കാരണത്താൽ പിതാവ് എന്നെ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന്, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട്, ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പിതാവിനെ സ്നേഹിക്കുന്നു. നമുക്കറിയാം, ക്രൂശിങ്കൽ തന്റെ ജീവനെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്ന ഒരു ക്രിസ്തു. ആമേൻ. എന്റെ ജീവനെ കർത്താവേ, പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഭരമേൽപ്പിക്കുകയാണ് എന്നൊരു പദം പറഞ്ഞുകൊണ്ടാ യേശു തന്റെ ജീവനെ വെടിയുന്നത്. ആ പദമാണ് 17-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ വാമൊഴിയിൽ നിന്നും കേട്ടിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രേഖപ്പെടുത്തിയത് സാധാരണ വ്യക്തിയല്ല. യേശു ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ. പലപ്പോഴും യേശുവിന്റെ മാറിൽ ഇവന്റെ തല ചാഞ്ഞിരുന്നു. യേശുവിന്റെ ഹൃദയ തുടിപ്പുകൾ പോലും ഈ യോഹന്നാൻ തിരിച്ചറിഞ്ഞിരുന്നു. ഈ യോഹന്നാൻ ആ ശക്തിയേറിയ നിലവാരത്തിൽ യേശുവിന്റെ വാമൊഴി അതുപോലെ പ്രസ്താവിക്കുന്നത്, for this reason the Father loves me. യേശു പറയുകയാണ്, ഈ കാരണത്താൽ പിതാവിനെ സ്നേഹിക്കുകയാണ്. Because I lay down my own life to take it back again. വീണ്ടും തിരിച്ചു പ്രാപിക്കുവാൻ കഴിവുള്ള എന്റെ ജീവനെ ഞാൻ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം തയ്യാറായതുകൊണ്ട്. Praise the Lord. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ എന്റെ ജീവനെ വിട്ടുകൊടുക്കുവാൻ തക്കവണ്ണം തയ്യാറായതുകൊണ്ട്. പിശാചിനല്ല കർത്താവ് തന്റെ ജീവനെ വിട്ടുകൊടുത്തത്. അന്ധകാര ശക്തികൾക്കല്ല ക്രിസ്തു തന്റെ ജീവനെ വിട്ടുകൊടുത്തത്. ക്രിസ്തു തന്റെ ജീവനെ വിട്ടുകൊടുത്തത് മാനവകുലത്തിന് വേണ്ടിയിട്ടാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യം യേശു ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. I give my life to the sinners, I give my life as a ransom for many. അനേക ജാതികളുടെ, അനേക മനുഷ്യരുടെ പാപപരിഹാരത്തിനായി ഞാൻ എൻ്റെ ജീവനെ നൽകുകയാണ്. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ശക്തിയോടെ ഞാൻ എൻ്റെ ജീവനെ നൽകിക്കൊടുക്കുന്നു. For the remission of the sins of the humanity. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഞാൻ എൻ്റെ ജീവനെ ഇതാ നൽകി കൊടുക്കുകയാണ്. സ്തോത്രം, സ്തോത്രം പറഞ്ഞേ. ജീവനെ നൽകി കൊടുക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവൻ. അത്തരത്തിലൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടോ? അത്തരത്തിലൊരു മനുഷ്യൻ ഈ ഭൂമുഖത്തുണ്ടോ?
അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഞാൻ പറയാം, അത് മറ്റാരുമല്ല, അത് നസ്രയനായ യേശു ക്രിസ്തു തന്നെയാണ്. സ്വർഗത്തിൽ അവൻ ദൈവമായിരുന്നു, പക്ഷെ ഭൂമിയിൽ ഇവൻ മനുഷ്യനായി വിളങ്ങി മറ്റൊന്നിനല്ല, അവന്റെ ജീവനെ മാനവകുലത്തിനായി നൽകി കൊടുക്കുവാൻ. ഈ ജീവൻ ഒരു സാധാരണ ജീവനല്ല, ഇതൊരു മനുഷ്യന്റെ ജീവൻ എന്ന് പറയുവാനും കഴിയത്തില്ല. കാരണം ഈ ജീവൻ ദൈവിക ജീവനാണ്. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇതാ കന്യക ഗർഭിണിയാകുന്നു, you shall receive the power of the Holy Ghost and you will be overshadowed by the power of the Almighty. അതേ, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അതുകൊണ്ട് നിന്റെ ഉള്ളിൽ ഉരുവാകുന്ന ആ വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ദൈവത്തിന്റെ ദൂതൻ മറിയയോട് പ്രസ്താവിക്കുന്ന ഒരു പ്രവാചക ശബ്ദമാണ്. ആ പ്രവാചക ശബ്ദം ഇങ്ങനെയാണ് പറയുന്നത്, നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വന്ന് വീഴും, നിന്റെ ഉള്ളറകളിൽ പരിശുദ്ധനായ ദൈവത്തിന്റെ അത്യന്ത വ്യാപാരം, പരിശുദ്ധാത്മാവിന്റെ കൃപ വന്ന് പതിയും. അർത്ഥത്തിൽ നിന്റെ ഉള്ളിൽ ഉരുവാകുന്ന ആ വിശുദ്ധ പ്രജ, ആ ദൈവ പൈതൽ മറ്റൊന്നല്ല, അത് പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെട്ടതാണ്. സ്തോത്രം, ശക്തിയോടെ ഹല്ലേലൂയ. സത്യത്തിൽ യേശുവിൽ വെളിപ്പെട്ടിരുന്ന ജീവൻ മറ്റൊന്നല്ല, അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് യേശുവിന് ജീവന്റെ ആത്മാവെന്നൊരു പേര് കൂടി ലഭ്യമാക്കപ്പെടുന്നത്. എത്ര ധൈര്യത്തോടു കൂടിയാ യേശു എഴുന്നേറ്റ് ഒരു പദം പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവരെല്ലാം എന്റെ അടുക്കലേക്ക് വരുവേൻ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടുവോളം എന്നിൽ നിന്ന് പാനം ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമാകും. കാരണം ഞാൻ നൽകി കൊടുക്കുന്നത് സാധാരണ ഒരു ജലമല്ല, അത് ജീവജലമാണ് എന്ന് പറയുവാൻ തക്കവണ്ണം യേശുവിനെ സാധ്യമായത് അവൻ ജീവന്റെ ആത്മാവായതുകൊണ്ടാണ്. നീണ്ട 10 മാസം കൊണ്ട് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനകത്ത് ഒരു മനുഷ്യ പ്രജ ഉരുവായുവെങ്കിൽ നമ്മുടെ എല്ലാം ചിന്താഗതിക്ക് അനുസരിച്ച് പുരുഷന്റെയും സ്ത്രീയുടെയും ബീജങ്ങൾ തമ്മിൽ സങ്കലനം നടന്നതിലൂടെയാണ്. പക്ഷെ ഇവിടെ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സ്വർഗത്തിലെ അത്യുന്നതനായ ദൈവത്തിന്റെ ആത്മാവ്. ആ ആത്മാവ് മറ്റൊന്നല്ല, പരിശുദ്ധാത്മാവാണ്. കാരണം ദൈവത്തെ കുറിച്ച് പറയുന്നത് ദൈവം ആത്മാവാണെന്നാണ്. ആത്മാവായ ദൈവം പ്രൈസ് ദി ലോർഡ് മനുഷ്യനായ ഭൂമിയിൽ ജനിക്കുകയാണ്. അർത്ഥം യേശുവിൽ വ്യാപരിച്ചത് മുഴുവനും പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവാണ്. അതുകൊണ്ട് യേശു പറയുന്നത്, എന്റെ ജീവനെ എനിക്ക് നൽകി കൊടുക്കുവാൻ എനിക്ക് കഴിയും. മാത്രമല്ല ആ ജീവനെ എനിക്ക് തിരിച്ചു പ്രാപിക്കുവാനും എനിക്ക് കഴിയും. സ്തോത്രം, എത്ര ശക്തിയേറിയ പ്രസ്താവന! യേശു ഒരു മണ്ടനായിരുന്നുവെങ്കിൽ, യേശു ഒരു ഭോഷനായിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ പ്രസ്താവിക്കുമെന്നൊക്കെ വേണം യേശുവിന് കഴിയുമോ? ഇല്ല. യേശു കള്ളത്തരമാണോ പറഞ്ഞത്? അല്ല, ഒരു കള്ളത്തരവുമല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് സത്യമാ പറഞ്ഞത്. ഒരു ഗുരുവിന് പറയാൻ കഴിയാത്ത കാര്യം, ഒരു ഫിലോസഫറിന് പറയുവാൻ കഴിയാത്ത കാര്യം, ഒരു രാഷ്ട്രതന്ത്രജ്ഞന് പറയുവാൻ കഴിയാത്ത കാര്യം യേശു ശക്തിയേറിയ നിലവാരത്തിൽ പ്രസ്താവിക്കുകയാണ്. ഞാൻ എൻ്റെ ജീവനെ നൽകി കൊടുക്കുന്നത് പോലെ ഞാൻ തിരിച്ചു പ്രാപിക്കുകയാണ്. ആമേൻ. കാൽവരി കൊലമരത്തിലാണ് യേശു തന്റെ ജീവനെ അങ്ങോട്ട് നൽകി കൊടുത്തത്. സത്യത്തിൽ മനുഷ്യന്റെ ജീവൻ എവിടെയാ മറഞ്ഞിരിക്കുന്നത്? മനുഷ്യന്റെ ജീവൻ മനുഷ്യന്റെ മാംസത്തിലെ രക്തത്തിലാ മറഞ്ഞിരിക്കുന്നത്. കാൽവരിയിൽ അവൻ രക്തം ചിന്തുമ്പോൾ അവന്റെ രക്തത്തിലൂടെ ആ വിശുദ്ധ ജീവൻ ഒഴുകുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം, ഇന്ന് രാത്രി കാലം ആ രക്തത്തിന്റെ മറവിൽ ആരെങ്കിലും മറയപ്പെടുന്നുവോ? നീ മറയപ്പെടുന്നത് മറ്റൊന്നിലല്ല, സ്വർഗത്തിലെ ക്രിസ്തുവിന്റെ ജീവന്റെ അകത്താണ് ഇന്ന് രാത്രികാലം മറയപ്പെടുവാൻ നിനക്കിടയാകുന്നത്. കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ക്രിസ്തുയേശുവിന്റെ രക്തത്തിന്റെ മറവിൽ അവന്റെ ജീവൻ വെളിപ്പെട്ടിരിക്കുകയാണ്. കാരണം മനുഷ്യന്റെ മാംസത്തിലെ രക്തത്തിൽ ജീവനുണ്ടെങ്കിൽ യേശുവിന്റെ മാംസത്തിൽ അതിലെ രക്തത്തിൽ ജീവനുണ്ട്. ഈ ജീവൻ ദൈവിക ജീവനാണ്.
കാരണം യേശുവിന്റെ രക്തം പാപഭംഗിലമാക്കപ്പെട്ട രക്തമല്ല, യേശുവിന്റെ രക്തം വിശുദ്ധമായ രക്തമാണ്. കാരണം യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവൻ തന്റെ ജനത്തിന്റെ ഭൂമിയിൽ തടിച്ചുകൂടിയ ജനത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളിൽ ആർക്കാണ് എന്റെ പാപത്തെ കുറിച്ച് ഒരു ബോധം വരുത്തി തരുവാൻ തക്കവണ്ണം കഴിവുള്ളവൻ? യേശുവിനെ കുറിച്ച് പറഞ്ഞ മറ്റൊരു പദമുണ്ട്, പാപം അറിഞ്ഞിട്ടില്ലാത്തവൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ, വിശുദ്ധൻ. സ്തോത്രം. ഇതുപോലൊരു മനുഷ്യനെ കുറിച്ച് ലോകത്തിൽ ആർക്കെങ്കിലും പറയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. സകല മനുഷ്യരും പാപികളാണെന്ന് പ്രസ്താവിക്കുമ്പോൾ പാപമില്ലാത്ത ഒരുവനെ ഭൂമിക്കകത്ത് ജീവിച്ചിരുന്നിട്ടുള്ളൂ. അവന്റെ പേര് നസ്രയനായ യേശു. സ്തോത്രം. അവന്റെ രക്തത്തിൽ പാപമില്ലായിരുന്നു. പാപമില്ലാത്ത രക്തം, ദൈവിക ജീവനാൽ സമ്പുഷ്ടമാക്കപ്പെട്ട രക്തം. ദൈവിക ജീവനായിരുന്നവൻ തന്റെ കാൽവരിയിലെ കൊലമരത്തിൽ രക്തം ചിന്തിയപ്പോൾ ആ ദൈവിക ജീവൻ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി നൽകപ്പെടുകയായിരുന്നു. യേശു പിതാവായ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇതാ ഞാൻ എൻ്റെ ജീവനെ നിനക്ക് നൽകുകയാണ്, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. നിനക്ക് സ്വന്തമായത് നിനക്ക് നൽകിക്കൊടുത്ത് നിനക്ക് നിന്റെ സ്വന്തമായ ശരീരം, നിന്റെ സ്വന്തമായ ഒരു കാര്യം ഒരു പ്രത്യേക സ്ഥാനത്ത് കൊണ്ടുപോയി നീ വെക്കുക എന്ന് കരുതുക. ഞാൻ പറയാം, നിനക്ക് എപ്പോൾ വേണമെങ്കിലും അതിനെ തിരിച്ചെടുക്കാം. കാരണം നിന്റെ സ്വന്തം കാര്യമാ, നിന്റെ സ്വന്തം വസ്തുവാ, നിന്റെ സ്വന്തം പൊസഷനാ. അതെവിടെയോ കൊണ്ട് വെച്ചാൽ ആ വ്യക്തിയുടെ കരത്തിൽ നിന്ന് നിനക്ക് തിരിച്ചു പ്രാപിക്കാം. ഏത് സ്ഥാനത്താണ് നീ വെച്ചിരിക്കുന്നത് അവിടെ മടങ്ങിപ്പോയാൽ നിനക്കതിനെ തിരിച്ചെടുക്കുവാൻ കഴിയും. സ്തോത്രം. കാരണം നിന്റെ സ്വന്തമായതുകൊണ്ട്. എൻ്റെ ജീവൻ എൻ്റെ സ്വന്തമല്ല, എൻ്റെ ജീവൻ സ്വർഗത്തിലെ ദൈവം എന്നിലേക്ക് പകർന്നതാ. അതുകൊണ്ട് എനിക്ക് തിരിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. ഇത് തിരിച്ചു പ്രാപിക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ക്രിസ്തു യേശുവിന്റെ വരവിന്റെ നാളിലാണ്. ആ നാളിൽ ക്രിസ്തു തന്നെ ആത്മാവിനെ എൻ്റെ മേൽ പകരുമ്പോൾ അത് തിരിച്ചു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. പക്ഷെ ജീവന്റെ ഉടയവൻ, ജീവന്റെ ആത്മാവായവൻ, അവൻ ജീവനെ നൽകി കൊടുക്കുകയാണ്. ജീവൻ അവൻ നൽകി കൊടുത്തപ്പോൾ അവൻ മരണമടഞ്ഞു. 1-2 ദിവസങ്ങൾ. പക്ഷെ ദൈവത്തിന്റെ സമയം വന്നെത്തി. അവൻ തന്റെ ജീവനെ തിരിച്ചു പ്രാപിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ശക്തിയുടെ ഹല്ലേലൂയ. അവൻ ആ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഇറങ്ങിയെങ്കിൽ അവൻ ഉയരങ്ങളിലേക്ക് കയറി പോകുവാൻ തക്കവണ്ണം ഇട വന്നിട്ടില്ലയോ? ഞാൻ വിശ്വസിക്കുന്നു, ക്രിസ്തു തന്റെ ജീവനെ നൽകി കൊടുത്തുവെങ്കിൽ വേദപുസ്തകം പറയുന്നു അവനത് തിരിച്ചു പ്രാപിക്കുവാൻ തക്കവണ്ണം സാധ്യമായി. അവൻ തന്റെ ജീവന്റെ ആത്മാവിനെ തിരിച്ചു പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോഴാണ് അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായത്. ഈ ജീവന്റെ ആത്മാവ് മറ്റൊന്നല്ല, പരിശുദ്ധാത്മാവാണ്. കാരണം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 10-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, യേശുവിനെ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും സ്വർഗത്തിലെ ദൈവം യേശുവിനോടൊപ്പം നടന്നതും കൊണ്ട് അവൻ രോഗികളെ മുഴുവനും സൗഖ്യമാക്കുകയും മാത്രമല്ല ദേശം മുഴുവനും ചുറ്റി സഞ്ചരിച്ച് നന്മ പ്രവർത്തിക്കുകയും ചെയ്തതായ വിവരം നിങ്ങൾ അറിയുന്നവല്ലോ. അതിന്റെ അർത്ഥം മറ്റൊന്നല്ല, യേശുവിനെ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറച്ചിരുന്നു, ശക്തിയാൽ നിറച്ചിരുന്നു. He was full of the power of the Holy Spirit. Amen. Hallelujah. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം യേശു പ്രസ്താവിക്കുന്നതിന്റെ പ്രസ്താവനയുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ, ബദ്ധന്മാരെ വിടുവിച്ചയക്കുവാൻ, ബന്ധിതരെ സ്വതന്ത്രരായി വിട്ടയക്കുവാൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ അതേ പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. കാരണം മറ്റൊന്നല്ല, എൻ്റെ മേൽ വ്യാപരിക്കുന്നത് ഒരു സാധാരണ ആത്മാവല്ല, എൻ്റെ മേൽ വ്യാപരിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവാണ്. അത് മറ്റൊന്നല്ല, എൻ്റെ സ്വന്തമാണ്. കാരണം ഞാനും പിതാവും ഒന്നാണ്. ആമേൻ. ഞാനും പിതാവും ഒന്നാണെന്ന് പ്രസ്താവിച്ചവൻ, ദൈവമാണെന്ന് പ്രസ്താവിച്ചവൻ. സ്തോത്രം. പലരും ചോദിക്കുന്നതിന്റെ ചോദ്യമുണ്ട്, യേശു എവിടെയെങ്കിലും ദൈവമെന്ന് പ്രസ്താവിച്ചിട്ടുണ്ടോ? യേശുവിന്റെ പ്രവർത്തികളിലൂടെ താൻ ദൈവമെന്ന് പ്രസ്താവിക്കുകയായിരുന്നു. യേശുവിന്റെ പ്രസ്താവനകൾ, യേശുവിന്റെ പ്രവർത്തികൾ താൻ ദൈവമാണെന്ന് തെളിയിച്ചതിലൂടെയാണ് അന്നത്തെ യഹൂദന്മാർ അവനെ കല്ലെറിയുവാൻ തക്കവണ്ണം തീരുമാനമെടുത്തത്, അവനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെട്ടത്. അവൻ ദൈവമാണെന്ന് തെളിയിക്കുവാൻ ശ്രമിച്ചതിലൂടെയാണ്.
അതുകൊണ്ട് യേശു ധൈര്യസമേതം പറഞ്ഞത് ഞാനും പിതാവും ഒന്നാണ്. ആമേൻ. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെ പറയുന്നവരെല്ലാം മരിച്ചു മണ്ണോട് ചേർന്നും അവരെല്ലാം കുറെ കാലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയിലും വരത്തില്ല. പക്ഷെ നസ്രായനെ നോക്കിക്കേ, അവൻ പറഞ്ഞൊരു പദമുണ്ട്, 3 നാൾ കഴിയുമ്പോൾ തിരിച്ചു മടങ്ങി വരും. യോനാ പ്രവാചകൻ 3 പകൽ 3 രാത്രി അതേ മത്സ്യത്തിന്റെ ഉള്ളറയിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും കിടക്കേണ്ടി വരും. പക്ഷേ 3-ാം ദിവസം തിരിച്ചു വന്നതുപോലെ ഞാൻ തിരിച്ചു വരും എന്ന് പ്രസ്താവിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. ഈ പ്രസ്താവന മാത്രമേ നിറവേറ്റപ്പെട്ടുള്ളൂ. അത് യേശുവിന്റെ പ്രസ്താവനയായിരുന്നു. കാരണം യേശു ദൈവമായിരുന്നു. അതുകൊണ്ട് ആ പ്രസ്താവന നിറവേറ്റപ്പെട്ടത്. അതുകൊണ്ട് ആ പ്രസ്താവന പരിപൂർണമായി സ്ഥിരീകരിക്കപ്പെട്ടത്. 3-ാം നാൾ അവൻ തൻ്റെ ജീവനെ തിരിച്ചു പ്രാപിച്ചു. ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിനെ തിരിച്ചു പ്രാപിച്ചു. ആദ്യം വെള്ളത്തിന്റെ മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ്, ആ പരിശുദ്ധാത്മാവിനെ തിരിച്ചു പ്രാപിച്ചു. സ്തോത്രം പറഞ്ഞേ, തിരിച്ചു പ്രാപിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഈ ആത്മാവ് ആരുടെ മേലെല്ലാം വന്നിട്ടുണ്ടോ അവരെല്ലാം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ചരിത്രം മാത്രമേ വേദപുസ്തകം രേഖപ്പെടുത്തുന്നുള്ളൂ. ഓ, ഈ ആത്മാവ് ഏതെല്ലാം വ്യക്തികളുടെ മേൽ വന്നുവോ അവരെല്ലാം അത്ഭുത പരതന്ത്രരായി മാറിയിട്ടുണ്ട്. കാരണം ഈ ആത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുന്ന ആത്മാവാണ്. ഈ ആത്മാവിന്റെ ഉടയവനാ പറയുന്നേ, ഞാനതിനെ തിരിച്ചു പ്രാപിച്ചു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയേറിയ നിലവനത്തിന് ആ വാക്യങ്ങൾ അതിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നത്. എഫേസ്യർക്ക് ലേഖനത്തിൽ ഇപ്രകാരം ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. And so that you can know and understand what is the immeasurable and unlimited and surpassing greatness of his power in and for us who believe, as demonstrated in the working of his mighty strength. അവൻ്റെ അതിശക്തിയേറിയ ശക്തിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, വെളിപ്പെട്ടിരുന്ന, ആർക്കും അളക്കുവാൻ തക്കവണ്ണം കഴിയാത്ത, അതിരുകളില്ലാത്ത, സർവത്തെയും കീഴ്മേൽ മറിക്കുന്ന അത്യന്ത ശക്തി വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ആമേൻ. സ്തോത്രം. അർത്ഥത്തിൽ യേശുവിന്റെ മേൽ വ്യാപരിക്കപ്പെട്ടിരുന്ന ആ ജീവന്റെ ആത്മാവ് എന്ന ആത്യന്ത ശക്തി അത് ആർക്കും അളക്കുവാൻ തക്കവണ്ണം കഴിയാത്തതായിരുന്നു. സ്തോത്രം. ഭൂമിയെ മനുഷ്യനളക്കാം, ഇതിന്റെ അതിരുകളെ മനുഷ്യന് നിർണയിക്കാം, സൂര്യനിലേക്ക് ചെല്ലുവാനുള്ള സമയപരിധി പോലും നിർണയിക്കാം. പക്ഷെ ക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്ന ശക്തിയുടെ അളവ് ഒരൊറ്റ മനുഷ്യനും അളക്കുവാനോ അതിന്റെ പരിധികൾക്ക് പരിധി കൊടുക്കുവാനോ സാധ്യമല്ല. അതുകൊണ്ട് വചനം പറയുന്നത് the power of the living Christ is immeasurable. അളക്കുവാൻ കഴിയാത്തത്, പരിധികളില്ലാത്തത്, സർവത്തെയും കീഴ്മേൽ മറിക്കുന്നത്, നിനക്കെതിരെ വെളിപ്പെടുന്ന പൈശാചിക ശക്തികളെ കീഴ്മേൽ മറിക്കുന്നത്, വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ആത്മാവ്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ കയറി വരുന്ന ആത്മാവ്, ഇതാ യേശുവിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ജീവന്റെ ആത്മാവ്. സ്തോത്രം. ഈ ജീവന്റെ ആത്മാവിനെ യേശു മടക്കി പ്രാപിച്ചേ. ഈ ജീവന്റെ ആത്മാവിനെ യേശു തിരിച്ചു പ്രാപിച്ചേ. ഈ ജീവന്റെ ആത്മാവിനെയാ യേശു മടക്കിയെടുത്തത്. താൻ എവിടെ ഏൽപ്പിച്ചുവോ അവിടെ നിന്നും അവൻ മടക്കിയെടുത്തു എന്ന തിരുവചനം പറയുന്നത്. കാരണം അവൻ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം അത് ആവശ്യമായിരുന്നു. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ ഹല്ലേലൂയ. നോക്കിക്കേ, ആർക്കും അളക്കുവാൻ കഴിയാത്ത, അതിരുകളില്ലാത്ത, പരിധികൾ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത, ശക്തിയേറിയ സകല പൈശാചിക കോമരങ്ങളെ കീഴ്മേൽ മറിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള അത്യുന്നതനായ ദൈവത്തിന്റെ അത്യുന്നത ശക്തി, പരിശുദ്ധനായ ദൈവത്തിന്റെ ജീവന്റെ ആത്മാവ്, യേശുവിൽ വെളിപ്പെട്ടിരുന്ന ശക്തി, ഈ ശക്തി ഈ ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികളെ പോലും കീഴ്മേൽ മറിക്കുന്ന ശക്തിയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്തെ മാത്രമല്ല, നമ്മുടെ ഭാരതത്തെ പോലും ഭരിച്ചു മുടിക്കുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുന്ന സകല പൈശാചിക ശക്തികളെ പോലും കീഴ്മേൽ മറിക്കുവാൻ ഈ ജീവന്റെ ആത്മാവിന്റെ പിന്നിൽ വെളിപ്പെടുന്ന ദൈവിക ശക്തിക്ക് അധികാരമുണ്ട്. ഈ ലോകത്തിലെ സകല പൈശാചിക ശക്തികളെ, സകല ദുഷ്ടാത്മ സേനകളെ, സകല വാഴ്ചകളെ, സകല അധികാരങ്ങളെ പരിപൂർണമായി കീഴ്മേൽ മറിക്കുവാൻ യേശുവിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ജീവന്റെ ആത്മാവിന് ശക്തിയുണ്ട്. ആ ജീവന്റെ ആത്മാവാണ് വിശ്വസിക്കുന്ന നിന്റെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി കാലം ഇഷ്ടപ്പെടുന്നത്.
ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവന് വേണ്ടി ഈ ആത്മാവ് പ്രവർത്തിക്കുന്ന, ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവന് വേണ്ടി ഈ ആത്മാവ് പ്രവർത്തിക്കുമെന്ന, ഇന്ന് രാത്രികാലം ഈ ജീവൻ വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കും, വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കും. അളവുകളില്ലാത്ത നിലവാരത്തിൽ പ്രവർത്തിക്കും, പരിധികളില്ലാത്ത നിലവാരത്തിൽ പ്രവർത്തിക്കും, സർവത്തെയും കീഴ്മേൽ മറിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കും. അവിശ്വസിക്കുന്നവനിൽ പ്രവർത്തിക്കും, വിശ്വസിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കും. നീ വിശ്വസിക്കുന്നുവോ? നിനക്ക് വേണ്ടി. Praise the Lord. ഇന്ന് രാത്രികാലം അത് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം വന്നിട്ടുണ്ട്. വചനം പറയുന്നു, ഇത് ആർക്കും അളക്കുവാൻ കഴിയാത്ത, പരിധികളില്ലാത്ത, അതിരുകളില്ലാത്ത ജീവന്റെ ആത്മാവ് യേശുവിൽ പരിവർത്തിക്കുക മാത്രമല്ല, യേശുവിനെ കൊണ്ട് അസാധാരണമായ പ്രവർത്തികൾ നടത്തിപ്പിച്ചു. യേശുവിനെ തന്നെ നടത്തിയോ? അതിന്റെ പിന്നിൽ യേശുവിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ശക്തിയാണ്. യേശു കുരുടനെ കാഴ്ചയുള്ളവനാക്കി തീർത്തുവോ? അതിന്റെ പിന്നിൽ യേശുവിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ജീവന്റെ ആത്മാവാണ്. യേശു കടലിന്റെ മുകളിലൂടെ നടന്നുവോ? അതിന്റെ പിന്നിൽ യേശുവിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ജീവന്റെ ആത്മാവാണ്. യേശു അന്തരീക്ഷത്തെ കീഴ്മേൽ മറിച്ചുവോ? ഇതാ തിരമാലകളെ കീഴ്മേൽ മറിച്ചുവോ? അതിന്റെ പിന്നിൽ മറ്റൊന്നല്ല, യേശുവിന്റെ മേൽ വ്യാപരിച്ചിരുന്ന ജീവന്റെ ആത്മാവ്, പിതാവിന്റെ കരങ്ങളെ കേൾപ്പിച്ച ജീവന്റെ ആത്മാവ്, ഉയർത്തെഴുന്നേൽക്കുവാനായി അവൻ തിരിച്ചെടുത്ത ജീവന്റെ ആത്മാവ്. ആ ആത്മാവിന്റെ ശക്തിയാൽ കടലിന്റെ മുകളിലൂടെ നടക്കുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. 2-3 മിനിറ്റുകളല്ല, 5-10 മിനിറ്റുകളല്ല, കിലോമീറ്ററുകൾ ദൂരത്തായിരുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഇവർ കടലിന്റെ മുകളിലൂടെ നടന്നു വരികയായിരുന്നു. ജലോപരിതലത്തിൽ കിടക്കുകയല്ല, നടന്നു വരിക. It is impossible, unbelievable. പക്ഷേ യേശുവിൽ അത് സാധ്യമായി. സാധ്യമായതിന്റെ പിന്നിൽ മറ്റൊന്നല്ല, യേശുവിന്റെ മേൽ വ്യാപരിച്ച ജീവന്റെ ആത്മാവാണ്. മരിച്ച് നാറ്റം വെച്ച ലാസറസിനെ പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം യേശുവിന് സാധ്യമായത് അവന്റെ ജീവന്റെ ആത്മാവ്, അവന്റെ ശ്വാസം. അവന്റെ ശ്വാസം, അവന്റെ ശ്വാസത്തിൽ ശക്തി, അവന്റെ മൂക്കിലൂടെ പുറപ്പെട്ട ശ്വാസത്തിൽ ശക്തി, ആ ജീവനിൽ ശക്തി, ആ ശക്തി ഉണ്ട്. യേശു അത്ഭുതങ്ങളെ ചെയ്തേ. സ്തോത്രം, സ്തോത്രം. ഞാൻ വിളിച്ചു പറയുന്ന രാത്രികാലം അത്തുരത്തിൽ യേശുവിൻ്റെ ആത്മാവിനെ, യേശുവിൻ്റെ ജീവനെ ആരെല്ലാം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുന്നുവോ അവനും അസാധാരണത്തിൽ ചെയ്യുവാൻ തക്കവണ്ണം സാധ്യമാകും. കാരണം യേശു ഒരിക്കലും വിശ്വസിക്കുന്ന ഒരു പൈതലിനെ വെറുതെ വിടുന്നൊരു ദൈവമല്ല. വിശ്വസിക്കുന്ന പൈതലിന് വേണ്ടി പ്രവർത്തിക്കാമെന്ന വചനം. ഓ, ഇവൻ അത്ഭുതങ്ങളെ ചെയ്തുവോ, നിനക്ക് വേണ്ടിയും പ്രവർത്തിക്കാമെന്ന യേശു പറയുന്നത്. ഓ, ഇവൻ അത്ഭുത പ്രവർത്തികളെ ചെയ്തുവോ, നിനക്ക് വേണ്ടിയും പ്രവർത്തിക്കാം. ഒരു ജായറസിന്റെ മകളെ ഇവർ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെങ്കിൽ നിന്റെ പൈതലും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഒരു നയിലെ വിധവയുടെ മകനെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെങ്കിൽ നിനക്ക് വേണ്ടിയും പ്രവർത്തിക്കും. പക്ഷെ പ്രവർത്തിക്കണം, വിശ്വസിക്കുവാൻ തയ്യാറാകുക. യേശുവിന്റെ മേൽ ഈ ശക്തി ചലിക്കുകയായിരുന്നു. ആമേൻ. സ്തോത്രം പറഞ്ഞ ചലിക്കുകയായിരുന്നു. അവന്റെ ശിരസ് തൊട്ട് പാദം വരെ ചലിക്കുകയായിരുന്നു. ജീവന്റെ ആത്മാവ് ചലിക്കുകയായിരുന്നു. താൻ മരിച്ചപ്പോൾ ഈ ജീവന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. പക്ഷെ തന്റെ സമയമെത്തിയപ്പോൾ ആ ജീവന്റെ ആത്മാവിനെ തിരികെ എടുത്തു. സ്വന്തമായതിനെ മാത്രമേ തിരികെ എടുക്കാൻ പറ്റത്തുള്ളൂ. അത് യേശുവിന്റെ സ്വന്തമായിരുന്നു, അവനത് തിരിച്ചെടുത്തു. സ്തോത്രം. തിരിച്ചെടുത്തപ്പോൾ സംഭവിച്ചത് മരണത്തെ കീഴ്മേൽ മറിച്ച് ഉയർത്തിന്നിട്ട് വരികയായിരുന്നു. സ്തോത്രം. ഞാൻ വിളിച്ചു പറയാം, ഇന്ന് രാത്രികാലം മരണക്കിടക്കുകളെ മാറ്റിമറിക്കുവാൻ കഴിവുള്ളത് മറ്റൊന്നല്ല, ക്രിസ്തുയേശുവിന്റെ ജീവന്റെ ആത്മാവിന് മാത്രമേ നിന്റെ ഭവനത്തിനകത്തുള്ള മരണക്കിടക്കുകളെ പരിപൂർണമായി മാറ്റിമറിക്കുവാൻ തക്കവണ്ണം സാധ്യമാകത്തുള്ളൂ. നിന്റെ ഭവനത്തിന്റെ ഉള്ളറകളിൽ കോമയാൽ ബാധിക്കപ്പെട്ട് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം കഴിയാത്ത വ്യക്തി ഇപ്പോഴുമുണ്ടോ? ജീവിക്കുന്ന ക്രിസ്തുവിന്റെ ജീവന്റെ ആത്മാവ് അതിനകത്ത് പ്രവേശിക്കുവാൻ ഒരു വഴി തുറന്നു കൊടുത്ത് അവിടെ അത്ഭുതങ്ങൾ ഇപ്പോൾ നടക്കുവാൻ ആരംഭിക്കുകയാണ്. കാരണം ജീവിക്കുന്നവന്റെ ശക്തി അവിടെ വെളിപ്പെടുവാൻ പോകുകയാണ്. കരങ്ങളെ തൊട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക.
ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഇവിടെ ചലിച്ചു തുടങ്ങുന്നു. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരം ഇവിടെ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഇന്ന് രാത്രികാലം അന്തരീക്ഷ മണ്ഡലത്തിൽ ദൈവത്തിന്റെ കരം വെളിപ്പെടുന്നു. പൈശാചിക കോട്ടകൾ അടിഞ്ഞു വീഴുന്നു. ദുഷ്ടാത്മ ശക്തികൾ തകർന്ന് മാറുന്നു. ദേശത്തിന്റെ 4 ദിശകളിൽ നിന്നും വെളിപ്പെടുന്ന സകല ദുർഭൂതങ്ങൾ ഇന്ന് രാത്രികാലം പരാജയം സമ്മതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. ഓ സബറിയ അത്ഭുതങ്ങളുടെ ദൈവം അത് ചെയ്യുവാൻ തക്കവണ്ണം കരങ്ങൾ നീട്ടുന്നു. ചിലപ്പോൾ ഇത് അവസാനിച്ചു എന്ന് ചിലർ വിചാരിക്കുന്നില്ല. അവസാനിച്ചിട്ടില്ല. ഇന്നിവിടെ പകൽ രാത്രികാലം ചിലത് ആരംഭിക്കുവാൻ തക്കവണ്ണം പോകുകയാണ്. കാലം ജീവന്റെ ആത്മാവ് വെളിപ്പെടുവാൻ തക്കവണ്ണം തുടങ്ങിയാൽ അവസാനമല്ല ഉളവാകുന്നത്, ആരംഭം കുറിക്കുവാൻ തക്കവണ്ണം പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ദേശത്തിന്റെ മധ്യത്തിൽ, ഈ പട്ടണത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ചില പ്രവൃത്തികൾ ആരംഭിക്കുവാൻ പോകുകയാണ്. മരിച്ച് 3 ദിവസമായവൻ തന്റെ ജീവന്റെ ആത്മാവിനെ തിരിച്ചു പ്രാപിച്ചു. നോക്കിക്കേ, ഇവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. യേശു എങ്ങനെയാ ഉയർത്തെഴുന്നേറ്റ് തന്ന മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ആരും രേഖപ്പെടുത്തിയിട്ടില്ല. അവനെ കല്ലറയ്ക്കകത്ത് വെച്ചു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവനെ കാണാൻ പോയ സ്ത്രീകൾ കല്ലറ തുറന്നു കിടക്കുന്നതും അവന്റെ ശരീരത്തെ പൊതിഞ്ഞിരുന്ന തുണികൾ മാത്രം കിടക്കുന്നത് കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ യേശുവിന്റെ ജീവന്റെ ആത്മാവ്, അല്ലെങ്കിൽ യേശുവിന്റെ ജീവൻ സ്വർഗത്തിൽ നിന്നും യേശുവിലേക്ക് മടങ്ങി വന്നു. അതെങ്ങനെയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ വിശുദ്ധ അപ്പോസ്തലന്മാർ അത് രേഖപ്പെടുത്തി. കർത്താവിങ്കൽ ദർശനം പ്രാപിച്ച അപ്പോസ്തലന്മാർ രേഖപ്പെടുത്തി. പൗലോസ് ഇത് രേഖപ്പെടുത്തി. സ്തോത്രം പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ. പത്രോസിനെ കുറിച്ച് പ്രസ്താവിച്ചു. കാരണം അവർക്കറിയാം ജീവന്റെ ആത്മാവിന്റെ ഉറവിടം ക്രിസ്തുവാണെന്ന്. അതുകൊണ്ട് എങ്ങനെ വന്നു എന്നവർക്ക് ദൈവത്തിന്റെ ആത്മാവിൽ വെളിപ്പെടുകയാണ്. മരിച്ചവന്റെ മേൽ ആത്മാവ് ഇറങ്ങി വന്നു. മരിച്ചവന്റെ മേൽ തന്റെ ജീവന്റെ ആത്മാവ് ഇറങ്ങി വന്നു. അവൻ മരണത്തെ കീഴ്മേൽ മറിച്ചു, പാതാളത്തെ കീഴ്മേൽ മറിച്ചു. മാത്രമല്ല, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ തിരിച്ചു പ്രാപിച്ചു. മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ, എടാ പിശാചേ, ഇനി നിനക്കല്ല എനിക്ക് എന്ന് പറഞ്ഞു അതിന്റെ അധികാരം വെച്ച് തിരിച്ചു പ്രാപിച്ചതും അവന്റെ ജീവന്റെ ആത്മാവിന്റെ ശക്തിയാല. സത്യത്തിൽ ജീവന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്റെ മേൽ വന്നിട്ടുണ്ടോ? മരണത്തിന്റെ മേൽ നിനക്ക് അധികാരമുണ്ട്. ഓ, പാതാളത്തിന് മേൽ നിനക്ക് അധികാരമുണ്ട്. നിന്നെ പാതാള ശക്തികൾക്ക് കീഴ്മേൽ മറിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത വിധത്തിൽ അതിനെ അതിജീവിക്കുവാൻ യേശുവിന്റെ ജീവന്റെ ആത്മാവിനാൽ നിനക്ക് സാധ്യമാണ്. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. അവന്റെ മേൽ വ്യാപരിച്ചിരുന്ന ജീവന്റെ ആത്മാവ് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. അതുപോലെ അവൻ തിരിച്ചു പ്രാപിച്ചു. ആ ജീവന്റെ ആത്മാവ് ആരെല്ലാം പ്രാപിക്കുന്നുവോ അവർക്ക് വേണ്ടി യേശു ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത സകല അത്ഭുതങ്ങളും യേശു ചെയ്യും. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇതിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലധികം ചെയ്യും. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതെല്ലാം പ്രവർത്തിക്കും. മാത്രമല്ല, ഞാൻ ചെയ്യുന്നതിലധികം പ്രവർത്തിക്കും. കാരണം എന്നെ കൊണ്ട് അത്ഭുതങ്ങളെ പ്രവർത്തിപ്പിച്ച ജീവന്റെ ആത്മാവിനെയാ നിങ്ങളും ഇന്ന് രാത്രികാലം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിരിക്കുന്നത്. സ്തോത്രം പറഞ്ഞേ. നോക്കിക്കേ, റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആ വാക്യത്തിലേക്ക് ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുടെ ചിന്തകളെ കൊണ്ടുവരികയാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം ഏറ്റവും ശക്തിയേറിയ മറ്റൊരു വചനമായി ഞാൻ കണക്കാക്കുന്നു. And if the spirit of him, അവന്റെ ആത്മാവ്, who raised up Jesus from the dead, മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ച ആ ജീവന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു എങ്കിൽ, he who raised up Christ Jesus from the dead will also restore to life your mortal, short-lived, perishable bodies through his spirit who dwells in you. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു എങ്കിൽ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിന്റെ ആ നശിച്ചു പോകുന്ന ശരീരത്തെ ജീവങ്കലേക്ക് മടക്കി വരുത്തുകയില്ലയോ? Praise the Lord. അർത്ഥം, നിനക്ക് നഷ്ടപ്പെട്ടത് മുഴുവനും, നിനക്ക് നഷ്ടപ്പെട്ട നാളുകൾ മുഴുവനും, നിനക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം മുഴുവനും, നിനക്ക് നഷ്ടപ്പെട്ട നിത്യജീവൻ മുഴുവനും
സാധ്യമാകുകയാണ്. ജീവന്റെ ആത്മാവ്, അവന്റെ രക്തത്തിൽ മറഞ്ഞിരിക്കുന്ന ആത്മാവ്, വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ആത്മാവ്, ഗിദെയോനെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യിപ്പിച്ച ആത്മാവ്, ശിംശോനെ കൊണ്ട് വീര്യപ്രവർത്തികൾ ചെയ്യിപ്പിച്ച ആത്മാവ്, ശമൂവേലിനെ കൊണ്ട് അത്ഭുതങ്ങളെ ചെയ്യിപ്പിച്ച ആത്മാവ്, ദാവീദിനെ കൊണ്ട് വീര്യപ്രവർത്തികൾ ചെയ്യിപ്പിച്ച ദിവ്യാത്മാവ്, സകല ജാതികളുടെ മേലും സകല ജഡത്തിന്റെ മേലും പകരപ്പെടുവാൻ തക്കവണ്ണം ഇന്നും കാത്തിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ്, യേശുവിന്റെ മേൽ വ്യാപരിച്ച ആത്മാവ്, പുനരുത്ഥാനത്തിന്റെ ആത്മാവ്, അതെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ആത്മാവ്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി ഇന്ന് രാത്രികാലം നിന്റെ മേൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ആരംഭിച്ചാൽ നിന്റെ ശരീരം രോഗത്തിന്റെയോ ദീനത്തിന്റെയോ വ്യാധിയുടെയോ ശാപത്തിന്റെ കെട്ടുപാടുകളിൽ കിടക്കുമെന്നല്ല, അതിനെ അതിജീവിച്ചുകൊണ്ട് നീ വീണ്ടും ആരോഗ്യത്തിലേക്ക്, വീണ്ടും ശക്തിയിലേക്ക്, വീണ്ടും ബലത്തിലേക്ക് നിനക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം സാധ്യമാകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. എങ്ങനെ ഈ ജീവന്റെ ആത്മാവിനെ ഇന്ന് രാത്രി കാലം നിനക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയും? ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവിന്റെ സുവിശേഷം ശ്രവിക്കുവാൻ തക്കവണ്ണം വ്യക്തികൾ തയ്യാറാകുമ്പോൾ അവന്റെ ജീവന്റെ ആത്മാവെന്ന പരിശുദ്ധാത്മാവ് നിനക്ക് പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുകയാണ്. സ്തോത്രം. ഈ ജീവന്റെ വചനം, ഈ മാറ്റമില്ലാത്ത വചനം, ഈ ശക്തിയേറിയ വചനം ഇരുവായി തലയുള്ള ഏതൊരു വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം, സന്ധി മജ്ജകളെ വേർപിടിപ്പിക്കും വരെ കടന്നു പോകുന്ന ദൈവത്തിന്റെ വചനം, മനുഷ്യന്റെ ഹൃദയത്തിലെ സകല ഉൾപ്പൂവുകളെയും തിരിച്ചറിയുന്ന ദൈവത്തിന്റെ ശക്തിയേറിയ വചനം നീ ശ്രവിക്കുവാൻ, അത് ധ്യാനിക്കുവാൻ നീ ആരംഭിക്കുമ്പോൾ ഈ ജീവന്റെ ആത്മാവ് ഇന്ന് രാത്രി നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് വന്നു കഴിഞ്ഞാൽ നീ വ്യത്യസ്തയാ, അത് വന്നു കഴിഞ്ഞാൽ നീ വ്യത്യസ്തനാ, അത് വന്നു കഴിഞ്ഞാൽ നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാ, അത് വന്നു കഴിഞ്ഞാൽ നീ വീര്യ പ്രവർത്തികളെ ചെയ്യുവാൻ ആരംഭിക്കുകയാണ്. പിന്നെ നിന്നെ തളഞ്ഞു നിർത്തുവാൻ പൈശാചിക ശക്തികൾക്ക് കഴിയത്തില്ല. പിന്നെ നിന്നെ ഒതുക്കി കെട്ടുവാൻ ഒരു ദുഷ്ടഭൂതത്തിന് കഴിയത്തില്ല. പിന്നെ നിന്നെ പരാജയത്തിന്റെ വലയിൽ കുടുക്കി കളയുവാൻ ഒരു പൈശാചിക സത്വത്തിനും കഴിയത്തില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ അത്യുന്ന ശക്തിയാ. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ക്രിസ്തുവിന്റെ ആത്മാവ്. Praise the Lord. Hallelujah. എനിക്ക് നിരിപ്പിടം വിട്ട് എഴുന്നേറ്റ് അക്കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ക്രൂശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ കഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി എന്നെ തന്നെ ആകമായി തിരുമുൻപിലേകിടുന്നു. വേറെ ഒന്നും നൽകാനില്ല. ഞാനെന്നും നിന്റേതല്ലേ. പാട്ടിൻ കൂട്ടം പോയവൻ ഞാനേകനായി ഈ ഭൂമിയിൽ. പാട്ടിൻ കൂട്ടം തെറ്റി പോയവൻ ഞാനേകനായി ഈ ഭൂമിയിൽ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും
യേശുമായി പോകും നേരം എന്നെ തിരഞ്ഞവൻ ക്ലിഷ്ടതകൾ ഏറ്റതെല്ലാം എൻ്റെ രക്ഷയ്ക്കായി എന്നെ തൻ്റെ ആകമായ തിരുമുൻപിലേക്കിടുന്നു. വേറെയൊന്നും നൽകാനില്ല, ഞാനെന്നും നിന്റേതല്ലേ. ആട്ടിൻ കൂട്ടം തെറ്റിപ്പോയവൻ ഞാനേകനായി ഈ ഭൂമിയെ. ആട്ടിൻ കൂട്ടം തെറ്റിപ്പോയവൻ ഞാനേകനായി ഈ ഭൂമിയെ. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. നല്ലിടയനായ യേശു എന്നെയും തേടി വന്നു. അവിശുദ്ധ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് മരിച്ച് യേശു കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാരുടെ പ്രത്യാശകളെല്ലാം നഷ്ടപ്പെടുകയായിരുന്നു. ഒരിക്കൽ പോലും ഇനി അത് തിരിച്ചു പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ലല്ലോ എന്ന് അവർ ഓർത്തേ. പക്ഷെ തൻ്റെ ജീവനെ തനിക്കിഷ്ടമുള്ള സമയത്ത് ഏൽപ്പിക്കുവാൻ തക്കവണ്ണം കഴിവുള്ളവൻ തനിക്കിഷ്ടമുള്ള സമയത്ത് അതിനെ തിരിച്ചു പ്രാപിക്കുവാനും കഴിയുമെന്ന് അന്ന് ശിഷ്യർ അറിഞ്ഞിരുന്നില്ല. ആ യേശു ഇന്നും ജീവിക്കുകയാണ്. യേശു മരിച്ചിട്ടില്ല. അവനിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിയുടെയും ഉള്ളറകളിലേക്ക് ഇന്ന് രാത്രികാലം ആ ജീവന്റെ ആത്മാവ് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം താല്പര്യപ്പെടുന്നുണ്ട്. കാരണം ഈ പരിശുദ്ധനായ ദൈവത്തിന്റെ ദിവ്യ ജീവൻ വിശ്വസിക്കുന്നവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി ആ ആത്മാവ് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തുടങ്ങുകയാണ്. ഇന്ന് രാത്രികാലം നീ വിശ്വസിക്കുന്നുവോ? യേശുവിന്റെ ജീവന്റെ ആത്മാവ് നിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങി വരിക മാത്രമല്ല ചെയ്യുവാൻ പോകുന്നത്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈ ജീവന്റെ ആത്മാവിന് രാത്രികാലം പ്രവർത്തിക്കാൻ തുടങ്ങാൻ പോവാ. വിശ്വസിച്ചേ, വിശ്വസിച്ചേ. ഇന്ന് രാത്രികാലം നിന്റെ ജീവിതം അവസാനിച്ചിട്ടില്ല. ഇന്ന് രാത്രികാലം നിന്റെ പദ്ധതികൾ തീർന്നിട്ടില്ല. ഇന്ന് രാത്രികാലം നിന്റെ ലക്ഷ്യങ്ങൾ എന്നേക്കുമായി അവസാനിച്ചിട്ടില്ല. മരണം മാത്രമാണ് എന്റെ മുമ്പിൽ പോംവഴി എന്ന് പറയുന്നവരെ യേശു പറയുന്നു, എന്റെ ആത്മാവിനെ, എന്റെ ജീവനെ നീ പ്രാപിക്കുക. അത് നിന്നെ അവസാനത്തിലേക്കല്ല കൊണ്ടുപോകുന്നത്, നിന്നെ നിത്യത്തിലേക്ക്, പുതിയൊരു ജീവങ്കലേക്ക് നിന്നെ അത് കൊണ്ടുപോകുകയാണ്. ഇന്ന് രാത്രികാലം ജീവന്റെ ആത്മാവ് യേശുവിൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന അതേ ജീവൻ എൻ്റെ മേലും വരണമെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിക്കുക. ഇന്ന് രാത്രികാലം ആ ജീവൻ എൻ്റെ മേൽ വരണം എന്ന് പറയുന്നവരുടെ കരങ്ങളെല്ലാം ഉയരട്ടെ, ഉയരട്ടെ, ഉയരട്ടെ. മുൻനിര മുതൽ പിൻനിര വരെ ദൈവത്തിന്റെ ജീവന്റെ ശക്തി വെളിപ്പെടുന്നു. ഏറ്റവും മുൻവരി മുതൽ പിൻവരി വരെ ജീവന്റെ ശക്തി പുറപ്പെട്ടു വരുന്നു. നിന്റെ ഇല്ലായ്മകളെ നീക്കുവാൻ, നിന്റെ ശാപങ്ങളെ അടിക്കുവാൻ, നിന്റെ രോഗങ്ങളെ നീക്കുവാൻ. Receive the life of Christ in the powerful name of God. സമരമനരമനീയ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
അഴിയാത്ത പൈശാചിക ചങ്ങലകൾ അഴിയുവാൻ തുടങ്ങുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ മാറത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന രോഗത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രികാലം മാറുവാൻ തുടങ്ങുന്നു. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങുന്നു. അനാവശ്യമായ ഹൃദയ പ്രശ്നങ്ങൾ ഇപ്പോൾ വഴിമാറുന്നു. അനാവശ്യമായ ശ്വാസം മുട്ടലുകൾ നീങ്ങിപ്പോകുന്നു. അനാവശ്യമായ നട്ടല് വേദനകൾ ഇപ്പോൾ അപ്രത്യക്ഷമാകുന്നു. അനാവശ്യമായ എല്ലുകളിലെ പ്രശ്നങ്ങൾ ഇപ്പോൾ നീങ്ങിപ്പോകുന്നു. അത് ചലിക്കാത്തത് ചലിക്കുവാൻ തുടങ്ങുന്നു. നടക്കാത്തത് നടക്കുവാൻ ആരംഭിക്കുന്നു. കേൾവി ഇല്ലാത്തതിന് കേൾവി ഉണ്ടാകുവാൻ തുടങ്ങുന്നു. യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകുവാൻ ആരംഭിക്കുന്നു. യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ജീവന്റെ ആത്മാവ്, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് രാത്രിക്കാലം ഇതിനകത്തിരിക്കുന്ന നിന്റെ മർത്യ ശരീരത്തെ ജീവങ്കിലേക്ക് കൊണ്ടുവരികയാണ്. ആ നശിച്ചു പോകുന്ന ശരീരത്തെ ജീവിപ്പിക്കുകയാണ്. ആ ക്യാൻസർ മുഴകളെ മാറ്റുകയാണ്. ഇപ്പോൾ രോഗശാന്തി ഉളവാക്കപ്പെടുന്നു. ദേവ പ്രസന്നമേ ഇറങ്ങി വന്നിടുതേ. അക്കരങ്ങളെ ഉയർത്തി ദേവ പ്രസന്നമേ ഇറങ്ങി വന്നിടുതേ. ദേവനിൻ മഹിമയെ നമയ പരിശുദ്ധ സ്ഥലത്തെ മൂടുതേ. ദേവ പ്രസന്നമേ ഇറങ്ങി വന്നിടുതേ. ആത്മാവേ എഴുന്നള്ളേ ജീവന്റെ ആത്മാവ് എന്നെ പൂർണ്ണമായി നിന്റേതാക്കി മാറ്റണമേ. എന്റെ ശരീരം, മനസ്സ്, ആത്മാവെല്ലാം നിന്റേതായി മാറട്ടെ. രാത്രികാലം ഇവരെല്ലാം പുതുതായി മാറട്ടെ. ഇവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. കഴിഞ്ഞ 2 രാത്രികളായി ഇന്ന് രാത്രിയായി ഇവർ ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്നു. ഇതെല്ലാം ഇവർക്കൊരു വിടുതലായി മാറട്ടെ. ഈ യോഗത്തിന് വേണ്ടി 2 ചെറുപ്പക്കാർ അനവധി ദിവസങ്ങളായി ഓടുകയും പ്രയത്നിക്കുകയും ചെയ്യുകയായിരുന്നു. അവിടുന്ന് ഇവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ അനേകർ പ്രാർത്ഥിച്ചിരുന്നു, അനേകർ ഉപവസിച്ചിരുന്നു. അവർക്കെല്ലാം മറുപടികൾ നൽകി കൊടുക്കണം.
വിശേഷിയാമൻ്റെ ഈ മിനിസ്ട്രിയുടെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവനയാക്കണം. ക്രിസ്തുവേശുവിൻ്റെ കരവിരുതിനുള്ളിൽ ഞങ്ങൾ അവരെ മറയ്ക്കുകയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്നതിനാണ് സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഈ രാത്രിയിൽ എത്ര പേരെന്ന് പറയോ? ദിവനാധികരൂഢകരകദാലം ഭഗനാഥ ശക്തിയോടെ ഈ രാത്രിയിൽ അവന്റെ ശക്തിയെ പ്രാപിപ്പാൻ മനസ്സുള്ളവർ ഹൃദയങ്ങളെ തുറന്ന്, മനസ്സ് തുറന്ന് കരങ്ങളെ അടിച്ച് പരിശുദ്ധാത്മാവേ ശക്തി പകർന്ന്, ഓ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവിടത്തെ ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവിടത്തെ ആവശ്യമെന്നു കർത്താവേ നീ. എത്ര പേരെന്ന് പറയോ? അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യം ഈ രാത്രിയിൽ. ഓ അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ. യേശുവേ അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്നു കർത്താവേ നീ അറിയുന്നു. അവിടത്തെ എല്ലാവരും പറഞ്ഞേ, യേശുവേ ഈ രാത്രിയിൽ ഒരു മനുഷ്യന്റെ ബലമല്ല, ഒരു മനുഷ്യന്റെ ബലമല്ല. ഹല്ലേലൂയ. ഈ രാത്രിയിൽ അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. അവിടത്തെ ബലം ഞങ്ങൾക്ക് എല്ലാ തരങ്ങളും തുറന്ന് പറഞ്ഞേ. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്. അവിടത്തെ ബലം എല്ലാവരും പറഞ്ഞേ. യേശുവേ അവിടത്തെ യേശുവേ അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടത്തെ ഈ രാത്രിയിൽ അവിടത്തെ ബലം പ്രാപിക്കുവാൻ മനസ്സുള്ളവർ ദൈവമക്കളെ ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടത്തെ എല്ലാ തരങ്ങളും തുറന്ന് ഈ രാത്രി ദൈവമക്കളുടെ മേൽ ഇറങ്ങട്ടെ. അവിടത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യം. ഉയരത്തിലെ ബലമിറങ്ങി വരട്ടെ, ഉയരത്തിലെ ബലമിറങ്ങി വരട്ടെ. ദൈവജനത്തിലെ മേൽ, പട്ടണത്തിലെ മേൽ ഉയരത്തിലെ ബലമിറങ്ങി വരട്ടെ. ഉയർപ്പിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഉയരത്തിലെ ബലം, ഉയരത്തിലെ ബലം ഇറങ്ങി വന്ന ഉയരത്തിലെ ബലം
ഈ രാത്രി ജനത്തിൽ ഉയരത്തിലെ ബലമിറങ്ങി വരട്ടെ. ഈ പട്ടണത്തിൽ ഉയരത്തിലെ ബലമിറങ്ങി വരട്ടെ. പുനരുത്ഥാനത്തിന്റെ ജീവൻ ഇറങ്ങട്ടെ. യേശുവിനെ മരിച്ചവന്റെ ആത്മാവ് ഈ പട്ടണത്തിൽ വെളിപ്പെടട്ടെ. പട്ടണത്തിൽ വെളിപ്പെടട്ടെ. യേശുവേ മർക്കോസിന്റെ മാളിക മുറിയിൽ ഉയരത്തിലെ ശക്തി ഇറങ്ങിയതുപോലെ ഈ രാത്രിയിൽ ഈ അനന്തപുരി പട്ടണത്തിന്റെ മേൽ സ്വർഗത്തിലെ ശക്തി വ്യാപരിക്കട്ടെ. ഉയരത്തിലെ ശക്തി ഇറങ്ങി വരട്ടെ. 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 ഈ 3 രാത്രികാലം നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഈ പട്ടണത്തിൽ നിന്ന് കർത്താവിനെ ഉയർത്തുവാനും നിന്റെ നാമത്തെ പുകഴ്ത്തുവാനും നിന്റെ നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും സ്വർഗത്തിലെ ദൈവമേ നിന്റെ പദ്ധതി ഈ പട്ടണത്തിന്മേൽ നിറവേറ്റപ്പെടുവാൻ പ്രയത്നിക്കുവാനും എൻ്റെ നാഥൻ അവിടുന്ന് ചെയ്ത കൃപകൾക്കായി സ്തോത്രമേശുവേ. ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവൻ ദൈവം തന്നെ ഇതിനെ നിയന്ത്രിച്ചത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നതാ. അവിടുത്തെ കൃപ പിന്നെയും ഈ ദേശത്തിന്മേൽ പകരുവാൻ കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കുവാൻ നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ കേഴുന്നു. നിന്റെ കൃപ ഈ ജനത്തിന്മേൽ പകരണമേ കർത്താവേ.
ഈ പട്ടണത്തിന്മേൽ അവിടുത്തെ കൃപ പകരണമേ നാഥ. നിന്റെ മനസ്സലിവ് ഈ ദേശത്തിന്മേൽ വെളിപ്പെടുത്തണമേ കർത്താവേ. ഈ രാജ്യത്തിന്മേൽ നിന്റെ ആത്മാവിനെ പകരുവാൻ, നിന്റെ കൃപ പകരുവാൻ, നിന്റെ മനസ്സലിവ് വെളിപ്പെടുത്തുവാൻ അവിടുത്തെ ഹല്ലേലൂയ പിന്നെയും നിന്റെ ശക്തി പകരുന്നതുകൊണ്ട് സ്തോത്രം യേശുവേ. സകല വാഴ്ചകളുടെ മേൽ ജയം തന്ന കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. അധികാരങ്ങളുടെ മേൽ ജയം കൽപ്പിച്ച കർത്താവിന് നന്ദി പറയുന്നു. സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയുടെ മേൽ ജയം വരിച്ച കർത്താവിന് ഞങ്ങൾ ഹല്ലേലൂയ നന്ദി പറയുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുമ്പോൾ കർത്താവേ, ഈ ജനത്തെ അനുഗ്രഹത്തോടെ പറഞ്ഞയച്ചാലും ഇതിനെ ഒരുക്കി തന്ന ഹല്ലേലൂയ സാഹചര്യം ഒരുക്കി തന്ന എല്ലാ അധികാരികൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ കൃപ പകരുന്നതുകൊണ്ട് നന്ദി. ശബ്ദത്തെയും ഹല്ലേലൂയ വെളിച്ചത്തെയും നിയന്ത്രിച്ചു തന്ന നല്ല കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇവിടെ പ്രസംഗിക്കുവാനായി, വചനം ഘോഷിക്കുവാനായി കടന്നു വന്ന നിന്റെ ദാസനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ കർത്താവേ. ഇനിയും അധികം പ്രവർത്തിക്കുവാൻ, അധികം അഭിഷേകം പകരുവാൻ, അനേകരെ കർത്താവിനായി ഹല്ലേലൂയ പിന്നെയും വലിച്ചെടുക്കുവാൻ എന്റെ നാഥൻ കരം ചലിപ്പിക്കുന്നോണ്ട് സ്തോത്രം. ഈ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൊടുത്ത ദൈവ മക്കൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അവരെ അനുഗ്രഹിക്കണം. അങ്ങയുടെ ഹല്ലേലൂയ വൻകരം നീട്ടി അവരെ അങ്ങയുടെ കൃപയിൽ മൂടണം. അധികം ദർശനം നൽകണമേ കർത്താവേ. പരിശുദ്ധരായ ദൈവമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളെയും ഇവിടെ നിർത്തിയല്ലോ, അതിനായി സ്തോത്രം. മാനവും മഹത്വവും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ജയം തന്ന കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവേ, വേഗം വരെ